നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. കൊരട്ടിയിൽ ലഹരിമരുന്നുവേട്ട. കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന മാരക രാസലഹരിയുമായി യുവാവ് പിടിയിൽ. ശക്തമായ മഴയിലും കാറ്റിലും പരക്കെ നാശനഷ്ടം. എച്ചിപ്പാറ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു. പാലിയേക്കരയിൽ ഭീമൻ ആൽമരത്തിന്റെ ചില്ലകൾ ഒടിഞ്ഞു വീണു. തൃശൂർ റൗണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. കൊടകര കുഴിക്കാണിത്തോട്ടിൽ പാഴ്ചെടികൾ വളർന്നു നിൽക്കുന്നത് നീരൊഴുക്കിന് തടസ്സമാകുന്നു. വെള്ളക്കെട്ടും കൃഷിനാശവും സൃഷ്ടിക്കുമെന്ന ആശങ്കയിൽ നാട്ടുകാർ. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിൽ സ്വർണം. പവന് 55,000 പിന്നിട്ടു. വാർത്തകൾ വിശദമായി. കൊരട്ടിയിൽ ലഹരി മരുന്നുവേട്ട. കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന മാരക രാസലഹരിയുമായി യുവാവ് പിടിയിൽ. ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് മാരക രാസലഹരി മരുന്ന് കടത്തുന്നുവെന്ന പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന 15 ഗ്രാമോളം MDMAയുമായി കണ്ണൂർ ഇരിട്ടി വിളമണ സ്വദേശി മലയിൽ വീട്ടിൽ 27 വയസ്സുള്ള അമൽ കൃഷ്ണനാണ് പിടിയിലായത്. കൊരട്ടി ജംഗ്ഷനിൽ സംശയാസ്പദമായി കണ്ട യാത്രക്കാരനെ ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായി സംസാരിച്ചതിനാൽ കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് റഫീഖിന്റെ സാന്നിധ്യത്തിൽ വിശദമായി പരിശോധിച്ചപ്പോഴാണ് യുവാവിന്റെ പോക്കറ്റിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന രാസലഹരി കണ്ടെത്തിയത്. ബാംഗ്ലൂരിൽ നിന്നും പല വാഹനങ്ങൾ മാറിക്കയറിയാണ് ഇയാൾ കൊച്ചിയിലെത്തിയതെന്ന് പോലീസിനോട് സമ്മതിച്ചു. അമൽ കൃഷ്ണന് മുൻപും ലഹരിമരുന്ന് കേസുകൾ ഉള്ളതായി പോലീസ് അറിയിച്ചു. പിടികൂടിയ മയക്കുമരുന്നിന് ചില്ലറ വിപണിയിൽ 1 ലക്ഷത്തിലേറെ രൂപ വില വരും. ചാലക്കുടി ഡിവൈഎസ്പി R അശോകൻ, റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി N മുരളി, കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ NA അനൂപ്, ജില്ലാ ലഹരി വിരുദ്ധ സേനയിലെ SI മാരായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, VU സിൽജോ, സീനിയർ CPOമാരായ AU റെജി, MJ ബിനു, കൊരട്ടി സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷിഹാബ് കുട്ടശ്ശേരി, അഡീഷണൽ SI CP ഷിബു, ASI KC നാഗേഷ്, സീനിയർ CPOമാരായ ടെസി, സജീഷ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജിബിൻ, ജൽസൺ, മണിക്കുട്ടൻ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. ശക്തമായ കാറ്റിലും മഴയിലും എച്ചിപ്പാറ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു. ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം. 2 മാസം മുൻപ് നിർമ്മിച്ച ചുറ്റുമതിലാണ് തകർന്നത്. ഞായറാഴ്ച രാത്രി 7:30 മുതൽ പുലർച്ചെ വരെ ശക്തമായ മഴയായിരുന്നു. പുതിയ ചുറ്റുമതിൽ തകരാൻ കാരണം നിർമ്മാണത്തിലെ അപാകതകളാണെന്നും ആരോപണമുയരുന്നുണ്ട്. എന്നാൽ ശക്തമായ മഴ മൂലം സ്കൂളിന് ചുറ്റും വെള്ളം നിറഞ്ഞു കവിഞ്ഞിരുന്നുവെന്നും വെള്ളം മൊത്തത്തിൽ ഒഴുകി മതിലിന് ചുറ്റുമുള്ള മണ്ണ് ഇളകി മാറിയതാണ് കാരണമെന്നും മതിലിന് 4 ഇഞ്ചോളം ബെൽറ്റും വാർത്തിട്ടുണ്ടെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു. സ്കൂളിലെ അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ച മണലും മഴയിൽ ഒലിച്ചുപോയി. ശക്തമായ കാറ്റിലും മഴയിലും പാലിയേക്കരയിൽ നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള കൂറ്റൻ ആൽമരത്തിന്റെ ചില്ലകൾ റോഡിലേക്ക് ഒടിഞ്ഞു വീണു. തിങ്കളാഴ്ച രാവിലെ 8:15 സംഭവം. മാവേലി സ്റ്റോർ, റേഷൻ കട, മൃഗാശുപത്രി എന്നിവയടക്കം നിരവധി സ്ഥാപനങ്ങൾ ഉള്ളിടത്താണ് അപകടം. സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം ആരംഭിക്കാത്തതിനാൽ ആളുകൾ എത്താതിരുന്നത് വലിയൊരു അപകടമാണ് ഒഴിവാക്കിയത്. കൂടാതെ പാർക്കിംഗ് ഏരിയയിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതും രക്ഷയായി. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജുവിന്റെ നേതൃത്വത്തിൽ ആൽമരത്തിന്റെ ചില്ലകൾ റോഡിൽ നിന്ന് നീക്കം ചെയ്തു. തൃശൂർ റൗണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ബാനർജി ക്ലബിന് മുൻപിൽ ആയിരുന്നു അപകടം. സംഭവ സമയത്ത് കാറിൽ 4 യാത്രക്കാരുണ്ടായിരുന്നു. 4 പേരും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അഗ്നിരക്ഷാസേന എത്തി റോഡിൽ നിന്നും മരം മുറിച്ചു നീക്കി. മരം വീണതോടെ റൗണ്ടിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. മഴക്കാല കെടുതികളെ നേരിടാൻ സംസ്ഥാനം സജ്ജമെന്ന് മന്ത്രി K രാജൻ. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കും. ഇതിനായി സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. NDRFന്റെ 2 ടീം തൃശൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രളയത്തിന് സാധ്യതയില്ലെന്നും മന്ത്രി തൃശൂരിൽ വ്യക്തമാക്കി. കേരളത്തിൽ റെഡ് അലർട്ട് മഴ ശക്തമാകും എന്നുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും പരിഗണിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ദുരന്ത നിവാരണ വകുപ്പ് എന്ന നിലയിൽ അവരെടുത്ത് പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകൾക്കും പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട്. റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കേന്ദ്രങ്ങളിലും താലൂക്ക് കേന്ദ്രങ്ങളിലും DOCകളും TOCകളും ശക്തിപ്പെടുത്തിക്കൊണ്ട് മഴയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഏത് വിധത്തിലുള്ള പ്രയാസങ്ങളെയും നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള ആലോചനകൾ എല്ലാം നടത്തി പൂർത്തീകരിച്ചു.
ജില്ലയിൽ ചൊവ്വാഴ്ച കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ വി.ആർ. കൃഷ്ണതേജ അറിയിച്ചു. കാലവർഷവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ചേംബറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച 2023 കാലവർഷ തുലാവർഷ മുന്നൊരുക്ക ദുരന്ത പ്രതികരണ മാർഗരേഖ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ജില്ലയിലെ ബന്ധപ്പെട്ട എല്ലാ ഓഫീസ് മേധാവികൾക്കും ജീവനക്കാർക്കും നിർദ്ദേശം നൽകി ഉത്തരവിട്ടു. വിലങ്ങൻകുന്ന്, കലശമല, പൂമല ഡാം, ഏനാമാവ് നെഹ്റു പാർക്ക്, ചെപ്പാറ, വാഴാനി ഡാം, പീച്ചി ഡാം, സ്നേഹതീരം ബീച്ച്, ചാവക്കാട് ബീച്ച്, തുമ്പൂർമുഴി റിവർ ഗാർഡൻ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മഴ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമുണ്ടായിരിക്കില്ലെന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി അറിയിച്ചു. മറ്റത്തൂർ, കൊടകര, പറപ്പൂക്കര പഞ്ചായത്തുകളുടെ അതിർത്തിയിലൂടെ ഒഴുകുന്ന കുഴിക്കാടിത്തോട്ടിൽ പാഴ്ചെടികൾ വളർന്നു നിൽക്കുന്നത് നീരൊഴുക്കിന് തടസ്സമാകുന്നു. കാലവർഷം പടിവാതിൽക്കൽ എത്തി നിൽക്കെ തോട്ടിലെ തടസ്സങ്ങൾ നീക്കി നീരൊഴുക്ക് സുഗമമാക്കാൻ നടപടിയില്ലാത്തത് പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടും കൃഷിനാശവും സൃഷ്ടിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കൊടകര കുമ്പാരത്തറയിൽ നിന്നും മറ്റത്തോട് പടിഞ്ഞാട്ടുമുറിയിലേക്ക് പോകുന്ന റോഡിലെ പാലത്തിനോട് ചേർന്നാണ് തോട്ടിൽ പാഴ്ചെടികൾ നിറഞ്ഞിട്ടുള്ളത്. മഴക്കാലമായാൽ വലിയ അളവിൽ വെള്ളം ഒഴുകിയെത്തുന്ന തോട്ടിൽ നീരൊഴുക്കിന് തടസ്സം സൃഷ്ടിച്ച് വളർന്നു നിൽക്കുകയാണ് ചെടികൾ. വലിയ കൈതച്ചെടികളടക്കം ഇങ്ങനെ തോട്ടിൽ തടസ്സമായി വളരുന്നുണ്ട്. കാലവർഷം ആരംഭിക്കും മുൻപേ ഇവ വെട്ടി നീക്കി ഒഴുക്ക് സുഗമമാക്കിയില്ലെങ്കിൽ സമീപത്തെ കൃഷിയിടങ്ങൾ മുങ്ങും. തോട് കവിഞ്ഞൊഴുകി വീടുകളിലേക്കും വെള്ളം കയറാനിടയാകും. 3 പഞ്ചായത്തുകളുടെ അതിർത്തിയിലൂടെയാണ് കുഴിക്കാണി തോട് ഒഴുകുന്നതെന്നതിനാൽ തോട് വൃത്തിയാക്കാൻ പഞ്ചായത്തുകൾ സംയുക്തമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മഴ ശക്തമാകും മുമ്പേ ഇതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേരള ലളിതകല അക്കാദമി സഹകരണത്തോടെ കോടാലി ഫാസ്റ്റ് പാടി സംഘടന സംഘടിപ്പിച്ച 3 ദിവസത്തെ കലാപരിശീലന ക്യാമ്പ് സമാപിച്ചു. ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫാസ്റ്റ് പ്രസിഡന്റ് ടി.കെ. ലാലൻ അധ്യക്ഷത വഹിച്ചു. ചിത്രകാരി പ്രിയ ഷിബു, ഫാസ്റ്റ് ജനറൽ സെക്രട്ടറി വി.കെ. കാസിം, ട്രഷറർ ടി.കെ. ബാലകൃഷ്ണ മേനോൻ എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത 100ഓളം കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു. കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായി. അല്ലാതെ മൊബൈലിൽ ഇരുന്ന് ഒരു 60 വയസ്സുകാരൻ കാണുന്ന ഒരു വീഡിയോ അല്ല കാണുന്നത്. അതിരപ്പള്ളി മേഖലയിലേക്ക് എത്തിയ വിനോദസഞ്ചാരികളുടെ കാറിനു നേരെ കാട്ടാന പാഞ്ഞെടുത്തു. റോഡിന് ഇരുവശവും നിന്നിരുന്ന ആനക്കൂട്ടത്തിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങിയ പിടിയാനയാണ് കാറിനു നേരെ പാഞ്ഞെടുത്തത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ആന വരുന്നത് കണ്ട് കാർ പിന്നോട്ടെടുത്തതിനാൽ തലനാരിഴയാണ് കാറിലുണ്ടായിരുന്നവർ കാട്ടാനാക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ചാലക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ ആനക്കയത്ത് വെച്ചായിരുന്നു സംഭവം. മലക്കപ്പാറയിൽ നിന്നും തിരികെ വരികയായിരുന്ന സംഘം സഞ്ചരിച്ചിരുന്ന കാറിന് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. എതിർദിശയിൽ ഉണ്ടായിരുന്നവരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. കാട്ടാന പിന്നീട് കാട് കയറി. കഴിഞ്ഞ ദിവസവും ഇതേ റൂട്ടിൽ കാട്ടാന വാഹനങ്ങൾ തടഞ്ഞിരുന്നു. വെറ്റിലപ്പാറ ചിക്കളായി പെട്രോൾ പമ്പിന് സമീപമാണ് കൊമ്പൻ വഴിതടഞ്ഞത്. കാട്ടാന റോഡിൽ നിലയുറപ്പിച്ചതോടെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കുന്നംകുളത്ത് വ്യാജ ഡോക്ടർ പിടിയിൽ. ആസാം സ്വദേശിയും വർഷങ്ങളായി കേരളത്തിൽ താമസിച്ചു വരുന്നതുമായ 53 വയസ്സുള്ള പ്രകാശ് മണ്ഡലാണ് പിടിയിലായത്. പാറേമ്പാടത്ത് പ്രവർത്തിച്ചിരുന്ന റോഷ്നി ക്ലിനിക് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് പ്രതി വ്യാജ ചികിത്സ നടത്തിയിരുന്നത്. ചികിത്സിക്കാൻ ആവശ്യമായ രേഖകളില്ലാതെ പൈൽസിനും ഫിസ്റ്റുലയ്ക്കും ചികിത്സ നടത്തിയതിനാണ് ഇയാളെ കുന്നംകുളം പോലീസ് പിടികൂടിയത്. പ്രതി പാറയമ്പാടത്ത് വാടക വീടെടുത്ത് ആരംഭിച്ച റോഷ്നി ക്ലിനിക് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് വ്യാജ ചികിത്സ നടത്തിയിരുന്നത്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ജിഷീലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മേഖലയിൽ പൈൽസിനും ഫിസ്റ്റുലയ്ക്കും വ്യാജ ചികിത്സ നടത്തുന്നുണ്ടെന്ന് കുന്നംകുളം പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ക്ലിനിക്കിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകളും ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന വസ്തുക്കളും പിടികൂടി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
ഫോണിലേക്ക് അനാവശ്യമായി വരുന്ന കോളുകളെയും സന്ദേശങ്ങളെയും കൊണ്ട് വലയുന്നവർക്ക് ഇതാ ആശ്വാസ വാർത്ത. സ്പാം കോളുകളെയും സന്ദേശങ്ങളെയും നിയന്ത്രിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ വാണിജ്യ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടു വരുന്ന ഫോൺ കോളുകൾക്കും സന്ദേശങ്ങൾക്കും തടയിടുക. ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങളുടെ കരട് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയതായാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരിയിൽ ഉപഭോക്തൃ മന്ത്രാലയം രൂപം നൽകിയ സബ് കമ്മിറ്റിയാണ് കരട് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. സ്പാം കോളുകൾ തടയുന്നതിനായി ട്രായിയും ടെലികോം വകുപ്പും നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഇവയ്ക്കൊന്നും കാര്യമായ ഫലം കാണാനായിട്ടില്ലെന്നാണ് നിരീക്ഷണം. ഈ വർഷം ആദ്യം ഫോൺ വിളിക്കുന്ന എല്ലാവരുടെയും പേരുകൾ ഫോണിൽ പ്രദർശിപ്പിക്കണം എന്ന നിർദ്ദേശം ടെലികോം കമ്പനികൾക്കായി ട്രായ് നൽകിയിരുന്നു. സ്മാർട്ട് ഫോൺ കമ്പനികൾക്കും സമാന നിർദ്ദേശം നൽകിയിരുന്നു. ഇതുകൂടാതെ 2018 ടെലികോം കമേഴ്സ്യൽ കമ്മ്യൂണിക്കേഷൻസ് കസ്റ്റമർ പ്രിഫറൻസ് റെഗുലേഷൻസിന് കീഴിൽ ഒരു ഡിജിറ്റൽ കൺസെന്റ് അക്വിസിഷൻ സംവിധാനം അവതരിപ്പിക്കാനും ട്രായ് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിൽ സ്വർണം. പവന് 400 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില റെക്കോർഡിട്ടു. ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില 55,120 രൂപയാണ്. ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഗ്രാമിന് 50 രൂപ ഉയർന്ന് 6,890 രൂപയാണ് വില. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 49-50 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് 20-22 തീയതികളിൽ അതിതീവ്രമായ മഴയ്ക്കും 24 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ബുധനാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇത് വടക്ക് കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് വെള്ളിയാഴ്ച മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കായി നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC/ST ഒരു വർഷത്തെ സ്റ്റൈപ്പൻഡോട് കൂടിയ ട്രെയിനിംഗ് പ്രോഗ്രാമുകളും പ്ലേസ്മെന്റ് ഡ്രൈവുകളും സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള 18-നും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള +2 യോഗ്യതയുള്ള SC/ST വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി കൊടുങ്ങല്ലൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെടണമെന്ന് കൊടുങ്ങല്ലൂർ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 048028080860. അളഗപ്പ് നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി ജൂനിയർ അധ്യാപക തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളുമായി ബുധനാഴ്ച രാവിലെ 10-ന് അഭിമുഖത്തിനായി സ്കൂൾ ഓഫീസിൽ നേരിട്ട് ഹാജരാവുക. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിസ്റ്ററി സീനിയർ, ഹിന്ദി ജൂനിയർ, ഫിസിക്സ് ജൂനിയർ എന്നീ വിഭാഗങ്ങളിൽ താൽക്കാലിക ഒഴിവുകളുണ്ട്. താൽപര്യമുള്ളവർ ഈ മാസം 27-ന് രാവിലെ 10:30-ന് നടക്കുന്ന അഭിമുഖത്തിൽ അസൽ സർട്ടിഫിക്കറ്റുമായി ഹാജരാവുക. ഫോൺ നമ്പർ 235618. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,890 രൂപ, പവന് 55,120 രൂപ. തലൂർ മുണ്ടാടൻ പോൾ ഭാര്യ സെലീന അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് തലൂർ ഇൻഫന്റ് ജീസസ് പള്ളിയിൽ. സാജൻ, അല്ലി, ബാബു, മാർട്ടിൻ, ഹെൻറി എന്നിവർ മക്കളും ജോസി, ജോൺ, ഡിൻസി, ജൂലി, അപർണ എന്നിവർ മരുമക്കളുമാണ്. മാളിയക്കൽ കൂടലി ആന്റണി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആലിസാണ് ഭാര്യ. ആന്റലി, ആഷ്ലി എന്നിവർ മക്കളും CVP തോമസ്, സിജോ പട്ടത്ത് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കൊരട്ടയിൽ ലഹരിമരുന്നുവേട്ട. കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന മാരക രാസലഹരിയുമായി യുവാവ് പിടിയിൽ. ശക്തമായ മഴയിലും കാറ്റിലും പരക്കെ നാശനഷ്ടം. എച്ചിപ്പാറ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു. പാലിയേക്കരയിൽ ഭീമൻ ആൽമരത്തിന്റെ ചില്ലകൾ ഒടിഞ്ഞു വീണു. തൃശൂർ റൗണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറുകൾക്ക് മുകളിലേക്ക് മരം കടമുഴകി വീണു. കൊടകര കുഴിക്കാണിത്തോട്ടിൽ പാഴ്ചെടികൾ വളർന്നു നിൽക്കുന്നത് നീരൊഴുക്കിന് തടസ്സമാകുന്നു. വെള്ളക്കെട്ടും കൃഷിനാശവും സൃഷ്ടിക്കുമെന്ന ആശങ്കയിൽ നാട്ടുകാർ. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിൽ സ്വർണം. പവന് 55,000 പിന്നിട്ടു.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.